CPMന്റെ പ്രിയദർശിനി ബഹിഷ്കരണം വിപരീത ബുദ്ധിയുടെ ഫലമാണ്. കുറച്ചുകാലം കഴിയുമ്പോൾ അവർ തെറ്റിതിരുത്തും. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനം CPM ബഹിഷ്കരിക്കുന്നതിൽ പ്രതികരിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ രംഗത്തെത്തിയിരിക്കുകയാണ്. വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പ്രതികരിച്ച CP ജോൺ കുറച്ചുകാലം കഴിഞ്ഞ് തെറ്റ് തിരുത്തുമായിരിക്കുമെന്നും വ്യക്തമാക്കി. CPM തീരുമാനം തിരുത്തണമെന്നും CP ജോൺ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. മാത്രമല്ല, സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്രയെ പരിഹസിക്കുന്നത് അടിസ്ഥാന ജനവിഭാഗങ്ങളെ അവഗണിക്കുന്നതിന് തുല്യമാണെന്നാണ് കോൺഗ്രസ് നേതാവ് BRM ഷെഫീർ പറഞ്ഞത്. വീട്ടുജോലികൾ ചെയ്യുന്നവർ, ദിവസക്കൂലിയിൽ ജോലി ചെയ്യുന്നവർ, വഴിവക്കിലെ പച്ചക്കറി വിൽക്കുന്ന അമ്മമാരെല്ലാം മാസം 3000 രൂപയ്ക്ക് മേൽ വണ്ടിക്കൂലിക്കായി മാറ്റിവെക്കുന്നവരാണ്. അങ്ങനെ കണ്ണിൽപ്പെടാതെ പോകുന്ന ചുറ്റുമുള്ള നിരവധി സ്ത്രീകളുണ്ട്. 800 കോടിയോളം രൂപ ഒരു വർഷത്തിൽ ഇവർക്ക് നേരിട്ട് ക്യാഷ് ട്രാൻസ്ഫർ പോലെ കിട്ടുകയാണ്. ഇതിനെ എതിർക്കുന്നത് നാളെ വരാനിരിക്കുന്ന 10,000ങ്ങളുടെ കരഘോഷം ഭയന്നാണ്. വീണ്ടും കുറഞ്ഞേക്കാവുന്ന വോട്ടുകളുടെ കണക്കോർത്തിട്ടാവാം. ഇതിനെ എതിർക്കുന്നവരെ നാളെ ജനം എതിർക്കുമെന്നും ഷെഫീർ ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടന പരിപാടിയിൽ CPM പങ്കെടുക്കില്ല. പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ മുഴുവൻ MLA-മാർക്കും CPM നിർദ്ദേശം നൽകി. പദ്ധതി ആളെ പറ്റിക്കുന്നതാണെന്നും UDF പറഞ്ഞതല്ല നടപ്പിലാക്കുന്നതെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. KSRTC ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാമെന്നും ഏത് ഭാഗത്തേക്കും പോകാമെന്നുമാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഏറ്റവും അവസാനം 1000 ബസ്സുകൾ മാത്രമാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നത്. മലബാറിൽ ഓർഡിനറി ബസ്സുകൾ അപൂർവമാണ്. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ഓർഡിനറി ബസ്സുകൾ ഉള്ളത്. പദ്ധതി ആളെ പറ്റിക്കുന്നതാണെന്നും ആശാവർക്കർമാരുടെ കാര്യത്തിലും ഇതാണ് സംഭവിച്ചതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ ഉദ്ഘാടനം ജൂൺ 15 രാവിലെ 8:30 മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ഉദ്ഘാടനത്തിന് ശേഷം രാവിലെ 9 മണി മുതൽ 0 ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും. സ്ത്രീകൾക്ക് സൗജന്യമുള്ള ഓർഡിനറി ബസ്സുകൾ തിരിച്ചറിയാൻ ബസ്സുകളിൽ പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടാകും. ബസ്സുകളിൽ സ്റ്റിക്കറുകൾ പതിക്കുന്നത് പൂർത്തിയായിട്ടുണ്ട്. വരുമാനമോ പ്രായമോ പരിഗണിക്കാതെയും പ്രത്യേക നിബന്ധനകളില്ലാതെയുമാണ് ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകൾ സൗജന്യ യാത്രാ സൗകര്യം ലഭ്യമാകുന്നത്. അതേസമയം കേരളത്തിൽ UDF സർക്കാർ നടപ്പിലാക്കുന്ന പ്രിയദർശിനി സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പുറത്തുവിട്ടിട്ടുണ്ട്. ജൂൺ 15 രാവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ശേഷം രാവിലെ 9 മണി മുതൽ 0 ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും. അതിനു മുൻപ് ബസ്സിൽ കയറുന്നവർക്ക് സൗജന്യം ലഭ്യമല്ല. സ്ത്രീകൾക്ക് സൗജന്യമുള്ള ഓർഡിനറി ബസ്സുകൾ തിരിച്ചറിയുവാൻ പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടാകുമെന്നും അറിയിപ്പ്. KSRTCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ജൂൺ 15 രാവിലെ 8:30 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ശേഷം രാവിലെ 9 മണി മുതൽ 0 ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും. അതിനു മുൻപ് ബസ്സിൽ കയറുന്നവർക്ക് സൗജന്യം ലഭ്യമല്ല. സൗജന്യ യാത്ര നടത്തുമ്പോഴും സാധാരണ ടിക്കറ്റ് എടുക്കുന്ന പോലെ ഇറങ്ങേണ്ട സ്ഥലം പറഞ്ഞ് 0 ടിക്കറ്റ് എടുക്കേണ്ടതാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ടിക്കറ്റ് എടുത്ത സ്ഥലം കഴിഞ്ഞാണ് ഇറങ്ങേണ്ടതെങ്കിലും ടിക്കറ്റ് എടുത്ത സ്റ്റോപ്പിന് മുൻപേ ഇറങ്ങണമെങ്കിലും ആ വിവരം കണ്ടക്ടറെ അറിയിക്കണം. നിങ്ങളുടെ കൂടെ 5 മുതൽ 11 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് പണം നൽകിയുള്ള ഹാഫ് ടിക്കറ്റ് എടുക്കണം. പുരുഷന്മാർ കൂടെ ഉണ്ടെങ്കിൽ ആ കാര്യം പറഞ്ഞ് ടിക്കറ്റ് എടുക്കണം. പുരുഷന്മാരാണ് ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ കൂടെ വനിതകൾ ഉണ്ടെങ്കിൽ ആ കാര്യം ടിക്കറ്റ് മെഷീനിൽ എൻറ്റർ ചെയ്യുന്നതിന് മുൻപ് പറയുക. സൗജന്യ യാത്ര നടത്തുന്ന സ്ത്രീകൾക്ക് നിലവിൽ ഓർഡിനറിയിൽ ഉള്ളതുപോലെ 15 കിലോ ലഗേജ് വരെ സൗജന്യമാണ്. സ്ത്രീകൾക്ക് സൗജന്യമുള്ള ഓർഡിനറി ബസ്സുകൾ തിരിച്ചറിയുവാൻ പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടാകും. ശുഭയാത്ര, സുരക്ഷിത യാത്ര എന്ന് പറഞ്ഞാണ് KSRTC കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഏതായാലും കേരളത്തെ സ്ത്രീജനങ്ങൾ ഒന്നടങ്കം ഈ ഒരു യാത്രയ്ക്കായി കാത്തിരിക്കുകയാണ്. എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.